നമസ്കാരം. ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ നോക്കാം. സംസ്ഥാനത്ത് +2-ന് 82.95% വിജയം. 33,815 പേർക്ക് മുഴുവൻ വിഷയത്തിലും A+. VHSCയിൽ 78.39%, THSൽ 75.3% വിജയം. സേ പരീക്ഷ ജൂൺ 21 മുതലെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. പാലക്കയം കൈക്കൂലി സംഭവം നാടിനും വകുപ്പിനും നാണക്കേടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അഴിമതിയിൽ ഡോക്ടറേറ്റ് എടുത്ത ചിലർ സർവീസിലുണ്ടെന്ന് വിമർശനം. എന്നാൽ അഴിമതി നടത്താമെന്നതിൽ ഡോക്ടറേറ്റ് എടുത്ത ചിലര് സർവീസ് മേഖലയിലുണ്ട്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അഴിമതിയോട് വിട്ടുവീഴ്ചയില്ല, അഴിമതിക്കാരെ സംരക്ഷിക്കില്ല. പാലക്കയം കൈക്കൂലി കേസിൽ കൂടുതൽ ഉദ്യോഗസ്ഥർ നിരീക്ഷണത്തിൽ. ആരോടും കൈക്കൂലി വാങ്ങിയിട്ടില്ലെന്ന് വില്ലേജ് ഓഫീസർ സജിത്ത്. പോലീസ് ഉദ്യോഗസ്ഥരുടെ മക്കൾക്കിടയിലും ലഹരി ഉപയോഗമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ. ഒരു SP-യുടെ 2 മക്കളും ലഹരിക്ക് അടിമയെന്ന് വെളിപ്പെടുത്തൽ. എല്ലാ റാങ്കിലും ഉൾപ്പെടുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ മക്കളും മയക്കുമരുന്നുകൾക്ക് അടിമയായ ആൾക്കാരുണ്ട്. ഒരു SP-യുടെ 2 ആൺകുട്ടികളും അടിമയായിട്ടുണ്ട്. സേതുരാമന്റെ തുറന്നു പറച്ചിൽ പോലീസ് അസോസിയേഷൻ സമ്മേളനത്തിൽ. സംസ്ഥാനത്ത് ആരോഗ്യ പ്രവർത്തക സംരക്ഷണ പ്രോട്ടോകോൾ നിലവിൽ വന്നു. ആശുപത്രികളിൽ വ്യവസായ സുരക്ഷാ സേനയെ വിന്യസിക്കുമെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ. സ്വകാര്യ ആശുപത്രികൾ ചെലവ് വഹിക്കണം. പ്രോട്ടോകോൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപ്പാക്കണമെന്ന് ഹൈക്കോടതി. ജീവനക്കാർ വീട്ടിലെ മാലിന്യം സെക്രട്ടേറിയറ്റിലെ മാലിന്യക്കൊട്ടയിൽ തള്ളരുതെന്ന് സർക്കാർ ഉത്തരവ്. നടപടി മന്ത്രിമാരുടെ ഓഫീസുകൾക്ക് സമീപം മാലിന്യം തള്ളുന്നത് കണ്ടെത്തിയതിനെ തുടർന്ന്. സെക്രട്ടേറിയറ്റ് വളപ്പിൽ നായ്ക്കൾക്ക് ഭക്ഷണം നൽകി സംരക്ഷിക്കരുതെന്നും നിർദ്ദേശം. കാട് കടത്തിയ അരിക്കൊമ്പൻ കുമളിക്ക് സമീപത്തെ മേധകാനം ഭാഗത്തേക്ക് മടങ്ങി. കൊമ്പൻ എത്തിയത് ആകാശദൂരമനുസരിച്ച് കുമളിക്ക് 6 കിലോമീറ്റർ അകലത്തിൽ. നിരീക്ഷണം ശക്തമാക്കി. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് വനം വകുപ്പ്.